സർവകലാശാലകളിൽ ഇങ്ങനെ പോലീസിന് വിളനിരം ഒരുക്കിക്കൊണ്ട് പോലീസിനെ എൻഗേജ് ചെയ്യിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഇന്ന് MSF പ്രത്യേകമായി ഉണ്ട്. കാലിക്കറ്റിൽ ഹൈക്കോടതിയിൽ ചെന്ന് അത്തരം സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ അത്തരമൊരു ഉത്തരവുമായി വന്നത്. കണ്ണൂരിൽ സമാനമായി ഉണ്ടായി. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചാൽ കണ്ണൂരിൽ കഴിഞ്ഞ 26 വർഷമായി, ഇന്ന് ഉൾപ്പെടെ 26 വർഷമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇതുവരെ ഇല്ലാത്തതായിട്ടുള്ള ഒരു പ്രതീതി അവിടെ MSF ഉണ്ടാക്കുകയായിരുന്നു ബോധപൂർവം. എവിടെയും സംഘർഷമാണ് എന്ന നിലയിൽ. കാരണം രാവിലെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന നിലയിൽ ആദ്യം SFIക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ആ കുട്ടി പിന്നീട് ലൈവിൽ ഞാൻ ബാംഗ്ലൂരിൽ ടൂർ വന്നതാണെന്ന നിലയിൽ വീഡിയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ കടന്നു വരുന്നു. പിന്നീട് ഒരു SFIയുടെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള വിദ്യാർത്ഥി നമ്മുടെ ബാലറ്റ് പേപ്പർ തട്ടിക്കൊണ്ടുപോയി എന്ന് ആരോപണം ഉന്നയിക്കുന്നു. അവരെ പോലീസുകാരെ കൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശന വസ്തുവായി 20 മിനിറ്റോളം. അങ്ങനെ തുടരെ അവിടെ സർവകലാശാലയിൽ സംഘർഷ സാഹചര്യമായിരുന്നു. കള്ളവോട്ട് ചെയ്യാനുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടൽ അവിടെ നിന്നുണ്ടാകുന്നു. അങ്ങനെ കള്ളവോട്ട് തടയുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇടപെടുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ ഈ കള്ളവോട്ട് ചെയ്യാനും മറ്റവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും എല്ലാവിധ ഒത്താശയും ചെയ്യാൻ ഒരു പൊതു സംവിധാനം കൂടി വേണം. അതിനവർക്ക് പിന്തുണയേകാൻ പോലീസും വേണം എന്ന നിലയിലാണ് ഇന്നിപ്പോൾ ഈ നിയമ സംവിധാനങ്ങളെയും ഇത്തരം പ്രൊട്ടക്ഷനെയും ഒക്കെ MSF കാണുന്നത്. എടുത്തു പരിശോധിച്ചാൽ ഒരു വോട്ടിനാണ് കാസർഗോഡ് എക്സിക്യൂട്ടീവ് MSF ജയിക്കുന്നത്. വയനാട് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ തുല്യം വന്നതോടുകൂടി ലോട്ടിലേക്ക് മാറി. അപ്പൊ ഇങ്ങനെയാണ് അവിടെ എടുത്തു, അവിടെ വിജയിക്കുന്നത് MSFI വന്നു. അപ്പൊ ഇങ്ങനെയാണ് അവരുടെ വിജയം വന്നിട്ടുള്ളത്. ഈ വിജയത്തെ ഞങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ജനാധിപത്യത്തിലുള്ള നിയമങ്ങൾ വെച്ചാണ് അവർ ജയിച്ചിട്ടുള്ളത്. ഒരു വോട്ടിനാണെങ്കിലും ജയം തന്നെയാണ്. പക്ഷെ ആ ജയം ഏത് വിധത്തിലാണെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ കള്ളവോട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ വിവിധ അറബിക് കോളേജുകളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തേണ്ടതായിട്ടുള്ള വിദ്യാർത്ഥികൾ എത്തിയിട്ടില്ല. മറിച്ച് അവർക്ക് പകരം ഇൻ പേഴ്സൺ ചെയ്യപ്പെട്ട് ഒരു വ്യക്തിയായി നടിച്ചുകൊണ്ട് വോട്ടുകൾ ചെയ്തു എന്ന ആരോപണം ഞങ്ങൾക്കുണ്ട്. ആ ആരോപണത്തെ ശരിവെക്കുന്നതായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെയായി ഞങ്ങൾ സർവകലാശാലയിലേക്ക് പോകും. തീർച്ചയായും ആ നിലയിൽ ഞങ്ങൾ ഇടപെടും. ഞങ്ങൾ കുറച്ചുകൂടി അതിൽ മറ്റൊരു ഭാഗം കാണുന്നത് ഇത്തരം മേഖലകളിൽ നമ്മുടെ പ്രത്യേകിച്ച് കാസർഗോഡ് മേഖലയിൽ ഉൾപ്പെടെയുള്ള ഇത്തരം കോളേജുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കൂടി വരുന്ന കാലയളവിൽ ഞങ്ങൾ കൃത്യമായി സർവകലാശാലയിൽ ഇടപെടും എന്നുള്ളത് കൂടി ഞങ്ങൾ അറിയുകയാണ്. സജീവ്, അതുപോലെ തന്നെ ഈ UDSF കാസർഗോഡ് അതേപോലെ തന്നെ വയനാട് ജില്ലാ റെപ്രസെന്റേറ്റീവ് സീറ്റുകളാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിജയം അല്ലെങ്കിൽ ഇവർ നേടിയിരിക്കുന്ന ഈ ഒരു വിജയം ഒരുപക്ഷെ SFIക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇതിനെതിരെ SFI പ്രവർത്തിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ബോധപൂർവം കരുതിക്കൂട്ടി ചെയ്തിരിക്കുന്ന ഒരു സംഘർഷം എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? ഇവിടെ പലരുടെയും ആരോപണങ്ങളൊക്കെയാണ് ഞാൻ വളരെ കൗതുകത്തോടു കൂടി കാണുന്നത്. ചരിത്രത്തിലാദ്യമായി എന്നൊക്കെയാണ് MSFന്റെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ. നമുക്ക് കണ്ണൂർ സർവകലാശാലയിൽ 2014 ഈ എക്സിക്യൂട്ടീവ് സീറ്റുകൾ, പ്രത്യേകിച്ച് 6 സീറ്റുകൾ 6 UEC-മാർ മാത്രമേ വയനാടുള്ളൂ. 40 UEC-മാരാണ് കാസർഗോഡ് നിന്നുള്ളത്. അപ്പോ ഈ നിലയിൽ നിന്ന് പല ഘട്ടങ്ങളിൽ 2014 അവസാനമായി ഇത്തരം എക്സിക്യൂട്ടീവ് സീറ്റ് ഒരിക്കൽ MSF വിജയിച്ചിട്ടുള്ളത്. ഇപ്പോ 2025. അപ്പോ ഈ സീറ്റുകൾ വിജയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള ഇടപെടൽ നമ്മൾ പ്രത്യേകമായി കാണണം. ഈ 40 UEC-മാരിൽ കാസർഗോഡും ഇപ്പുറത്ത് ഇവിടെയും വെച്ച് നോക്കുമ്പോൾ 18-19 സീറ്റുകളാണ്. 18-19 UEC വോട്ട് നിലയാണ് കാസർഗോഡുള്ളത്. ആ ഒരു വോട്ടാണ് അവിടെ നിലനിൽക്കുന്നത്. നേരെ മറിച്ച് വയനാട് 3-3 എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോ ഇത് എന്തോ SFIക്കെതിരെ ഒരു പ്രതീതി സംസ്ഥാനത്തെമ്പാടും ഉണ്ട്, അല്ലെങ്കിൽ SFIക്കെതിരെ ഒരു പ്രശ്നം എന്ന് വിരിച്ചു തീർക്കാനുള്ള ശ്രമമുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ ക്രമത്തിൽ വർഗീയവൽക്കരണം നടത്തുന്ന RSSനെതിരെ നേർ നിന്ന ഒരു അഭിപ്രായം പോലും പറയാൻ കഴിയാത്തവരാണ് ഈ കാണുന്ന MSFകാർ. KSUക്കാരുടെ കാര്യം പോട്ടെ, KSUവിനെ പൂർണ്ണമായും MSF വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കണ്ണൂർ സർവകലാശാല. കണ്ണൂർ സർവകലാശാല എന്നുള്ളത് ഇന്നിപ്പോ KSUവിന് വന്ന് സംഭവിച്ചിട്ടുള്ള കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിസ്താര ഭയമുണ്ട്. ഒരു കാര്യം കൂടി പറയാം. KSUവിന് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായും ഭൂരിപക്ഷ വർഗീയവാദത്തിന്റെ പ്രീണനത്തിന്റെ ഭാഗമായും ABVP-യിലേക്കും കൃത്യമായി MSF-ലേക്കും KSUവിനെ പതിയെ വിഴുങ്ങുന്ന കാഴ്ചയാണ്. ശരിയായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കഴിയാതെ കാലിക്കറ്റിലാവട്ടെ കണ്ണൂരിലാവട്ടെ ആ നിലയിൽ എന്താണോ കോൺഗ്രസിന്
സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയിലുള്ള ഒരു പ്രവർത്തനം, അതിന്റെ വ്യത്യസ്തകരമായിട്ടുള്ള ഒരു പ്രവർത്തനം KSUവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും അപകടകരമായ നിലയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരും കാലിക്കറ്റും അതിന് പ്രത്യേകമായിട്ട് നമുക്കത് ഉദാഹരണമായി കാണാം. തീർച്ചയായും ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ അക്രമം സംഘടിപ്പിച്ച് ആ നിലയിൽ SFIയുടെ വിജയത്തിന്റെ മാറ്റ് 26 തവണയായി ഈ സർവകലാശാല യൂണിയന്റെ ജനറൽ സീറ്റുകളിൽ എവിടെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വിദ്യാർത്ഥികൾ അംഗീകരിക്കുന്നു കണ്ണൂർ സർവകലാശാലയിൽ SFIയെ. ആ നിലയിൽ മാതൃകാപരമായിട്ടുള്ള യൂണിയനാണ്, രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന യൂണിയനാണ്. അതിന്റെ ട്രാക്ക് റെക്കോർഡ് നമുക്ക് പരിശോധിക്കാം. ആ നിലയിൽ പ്രവർത്തിക്കുന്ന SFIയെ അംഗീകരിക്കുകയാണ് 26ാം തവണയും വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.